ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോഴുണ്ടല്ലോ, നമ്മൾ ഏറ്റവും കൂടുതൽ വട്ടം കറക്കുന്ന കുറച്ച് കുഞ്ഞൻ വാക്കുകളുണ്ടല്ലേ? ഇൻ, ഓൺ, ആറ്റ് എന്നൊക്കെ കേൾക്കുമ്പോഴേ ഒരു കൺഫ്യൂഷനാണ്. പക്ഷെ പേടിക്കേ വേണ്ട, ഈ വാക്കുകളുടെയൊക്കെ പിന്നിലുള്ള ലോജിക് എന്താണെന്ന് നമുക്ക് ഒരുമിച്ച് വളരെ സിമ്പിളായിട്ടങ്ങ് പഠിച്ചെടുക്കാം. ദാ ഈ ചോദ്യം ഒന്ന് നോക്കിക്കേ. കാണുമ്പോൾ തന്നെ തല കറങ്ങുന്നുണ്ടല്ലേ? നമ്മളൊരു ഡ്രൈവേയിൽ പാർക്ക് ഇൻ ചെയ്യും, പക്ഷെ ഒരു പാർക്ക് വേയിലൂടെ ഡ്രൈവ് ഓൺ ചെയ്യും. എന്താണിത്? ഏകദേശം ഒരേപോലത്തെ സ്ഥലങ്ങളല്ലേ? എന്നിട്ടും ഉപയോഗിക്കുന്ന വാക്കുകൾ മാറുന്നത് കണ്ടോ? ഇഷ്ടേ, പ്രപ്പോസിഷനുകളുടെ ഈ ഒരു പ്രത്യേക സ്വഭാവമില്ലേ, അതാണ് നമ്മളിന്ന് അഴിച്ചെടുത്ത് പരിശോധിക്കാൻ പോകുന്നത്. അപ്പോ ഈ കൺഫ്യൂഷനൊക്കെ ഒഴിവാക്കാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? വളരെ സിമ്പിളാണ്. ഈ വാക്കുകൾ ശരിക്കും എന്താണിവയുടെ പണിയെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ഏറ്റവും ബേസിക്സിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? വളരെ സിമ്പിളായി പറഞ്ഞാൽ, ഈ പ്രിപ്പോസിഷനുകൾ എന്ന് പറയുന്നത് ഒരു വാക്യത്തിലെ ഗൂഗിൾ മാപ്പ് അല്ലെങ്കിൽ GPS പോലെയാണ്. വാക്കുകൾക്ക് എങ്ങോട്ട് പോകണം, എവിടെ നിൽക്കണം എന്നൊക്കെ വഴി കാണിച്ചു കൊടുക്കുന്നത് ഇവരാണ്. ഒരു സാധനം എവിടെയാണ് ഇരിക്കുന്നത്, ഒരു കാര്യം എപ്പോഴാണ് നടന്നത്, അല്ലെങ്കിൽ രണ്ടുപേര് തമ്മിലുള്ള ബന്ധം എന്താണ്, ഇതൊക്കെ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ ഈ കുഞ്ഞൻ വാക്കുകൾ നമ്മളെ സഹായിക്കും. സത്യം പറഞ്ഞാൽ, ഇവന്മാരില്ലെങ്കിൽ വാക്കുകളൊക്കെ വഴിതെറ്റി എവിടെയെങ്കിലും പോയി നിൽക്കൂ. അപ്പോ നിങ്ങളുടെ ഒരു ഊഹം വെച്ച് ഇംഗ്ലീഷില് ആകെ എത്ര പ്രിപ്പോസിഷനുകൾ കാണും? ഒരു 10ഓ 20ഓ? അല്ല, ഏകദേശം 150 എണ്ണമുണ്ട്. ശരിക്കും 150ഓളം. അപ്പൊ പിന്നെ ഇതെല്ലാം കൂടി കാണാപാഠം പഠിക്കാൻ നിന്നാൽ നടക്കുമോ? ഇല്ല, അതൊരു നല്ല ഐഡിയയല്ല. പകരം ഇവയെ ഒന്ന് തരംതിരിച്ച് ഒരു സിസ്റ്റം വെച്ച് മനസ്സിലാക്കിയാലോ? അതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി. ഈ 150ഓളം വാക്കുകളെ എളുപ്പത്തിൽ പഠിക്കാൻ ഒരു വഴിയുണ്ട്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നവയെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, സമയത്തെക്കുറിച്ച് പറയുന്നവ. രണ്ട്, സ്ഥലത്തെക്കുറിച്ച് പറയുന്നവ. ഈ രണ്ടെണ്ണം പഠിച്ചാൽ തന്നെ നമ്മുടെ പകുതി തലവേദന തീർന്നു കിട്ടും. അപ്പോ എന്താണ് സിമ്പിൾ ഫ്രെയിംവർക്ക് എന്ന് നോക്കിയാലോ? സമയത്തിന്റെ കാര്യം വരുമ്പോ ഈ ടേബിൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഇവിടെ ഒരു പാറ്റേൺ ഉണ്ട്. അതായത് വലുതിൽ നിന്ന് ചെറുതിലേക്ക്, അല്ലെങ്കിൽ പൊതുവായതിൽ നിന്ന് വളരെ കൃത്യമായതിലേക്ക്. വലിയ കാലയളവുകൾ, അതായത് മാസങ്ങൾ, വർഷങ്ങൾ ഒക്കെ പറയുമ്പോൾ നമ്മൾ ഇൻ ഉപയോഗിക്കും. കുറച്ചുകൂടി സ്പെസിഫിക്കായി ദിവസങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഓൺ എന്ന് പറയും. ഇനി ഏറ്റവും കൃത്യമായി ഒരു ടൈം പോയിന്റ്, അതായത് സമയം പറയുമ്പോൾ ആറ്റ് ഉപയോഗിക്കും. കണ്ടോ? ഇൻ ദ ഇയർ, ഓൺ ദ ഡേ, അറ്റ് ദി ആർ. സിമ്പിൾ അല്ലേ ഈ ഐഡിയ? ഇനി നമുക്ക് സ്ഥലത്തിന്റെ കാര്യം നോക്കാം. ഏറ്റവും രസമുള്ള കാര്യം എന്താണെന്നറിയോ? സമയത്തിന് നമ്മൾ ഉപയോഗിച്ച അതേ ലോജിക്, അതേ ഐഡിയ ഇവിടെയും വർക്ക് ചെയ്യും. ഒരു അതിർത്തിക്കുള്ളിലുള്ള വലിയ സ്ഥലങ്ങൾ, ഒരു കാറിനുള്ളിൽ അല്ലെങ്കിൽ ഒരു സിറ്റിയിൽ, അങ്ങനെയൊക്കെ പറയാൻ നമ്മൾ ഇൻ ഉപയോഗിക്കും. ഇനി ഒരു സർഫേസിന്റെ, ഒരു പ്രതലത്തിന്റെ മുകളിലാണെങ്കിൽ ഓൺ എന്ന് പറയും, ഓൺ ദ ടേബിൾ. ഇനി ഒരു പ്രത്യേക പോയിന്റ്, ഒരു കറക്റ്റ് ലൊക്കേഷൻ, അറ്റ് ദ ഡോർ, അറ്റ് ദ കോൺസേർട്ട് എന്നൊക്കെ പറയാൻ ആറ്റ് ഉപയോഗിക്കും. കണ്ടോ? ഒരേ വാക്കുകൾ, ഏകദേശം ഒരേ നിയമം. ഓക്കെ, അപ്പോ ഇൻ, ഓൺ, ആറ്റ് എന്നിവയുടെ ബേസിക്സ് നമുക്ക് പിടികിട്ടി. പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല. ചില പ്രപ്പോസിഷനുകളുണ്ടല്ലോ, അവരങ്ങനെ ജോഡിയായിട്ടാണ് വരുന്നത്. കാണാൻ ഏകദേശം ഒരുപോലെയിരിക്കും, പക്ഷെ അർത്ഥത്തിൽ നല്ല വ്യത്യാസമുണ്ടാകും. നമ്മളെ സ്ഥിരം കൺഫ്യൂഷനാക്കുന്ന കുറച്ച് ജോഡികളുണ്ട്. അവരുടെ രഹസ്യം നമുക്കൊന്ന് പൊളിച്ചെടുക്കിയാലോ? ആദ്യം തന്നെ ഇന്നും ഇൻറ്റുവും. ഇവരുടെ വ്യത്യാസം ഇത്രയുള്ളൂ. ഇന്നെന്ന് പറഞ്ഞാൽ സ്ഥാനം, അതായത് അനങ്ങാതെ ഒരിടത്തിരിക്കുന്ന അവസ്ഥ. ഇൻറ്റു എന്ന് പറഞ്ഞാൽ ചലനം, അതായത് ഒരിടത്തേക്ക് കയറി വരുന്ന ഒരു മൂവ്മെന്റ്. ഉദാഹരണത്തിന്, ദ കീസ് ആർ ഇൻ ദ ഡ്രോവർ. താക്കോൽ ഡ്രോയറിൽ ഇരിക്കുകയാണ്, അതവിടെ ഉണ്ട്. പക്ഷേ ഹി വാക്ക്ഡ് ഇൻ ടു ദ ഹൗസ്. അവൻ വീട്ടിലേക്ക് നടന്നു കയറി. കണ്ടോ ആ വ്യത്യാസം? ഒന്ന് പൊസിഷൻ, മറ്റേത് ആക്ഷൻ. നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞ അതേ ലോജിക് തന്നെയാണ് ഓണും ഓൺ ടൂവും തമ്മിലും. ഓൺ എന്ന് പറഞ്ഞാൽ ഒരു സർഫസിന്റെ മേല് ഓൾറെഡി ഇരിക്കുന്ന ഒന്നിനെയാണ് കാണിക്കുന്നത്. ഓൺ ടു എന്ന് പറഞ്ഞാലോ, ഒരു പ്രതലത്തിന്റെ മുകളിലേക്ക് ഒരു സാധനം വെക്കുന്ന ചലനത്തെയാണ് കാണിക്കുന്നത്. ദ പിക്ചർ ഈസ് ഓൺ ദ വാൾ. ആ ചിത്രം ചുമരിൽ ഉണ്ട്, അതവിടെ തന്നെയാണ്. പക്ഷേ ഐ പ്ലേസ് ദ ബുക്ക് ഓൺ ടു ദ ഡെസ്ക്. ഞാൻ പുസ്തകം ഡെസ്കിന്റെ മുകളിലേക്ക് വെച്ചു. ആ വെക്കുന്ന ആക്ഷൻ കണ്ടോ? അതാണ് ഓൺ ടു. അടുത്തത് നോക്കൂ. ഒരൊറ്റ എസ് എന്ന അക്ഷരം ഒരു വാക്കിന്റെ അർത്ഥം മൊത്തത്തിൽ മാറ്റുന്നത് എങ്ങനെയെന്ന്. ബിസൈഡ്, എസ് ഇല്ലാതെ എന്ന് പറഞ്ഞാൽ അടുത്ത്, അരികിൽ എന്നൊക്കെയാണ് അർത്ഥം. കം സിറ്റ് ബിസൈഡ് മീ. എന്റെ അടുത്ത് വന്നിരിക്കൂ. സിമ്പിൾ. ഇനി ഒരു ഒറ്റ എസ് കൂടെ ചേർത്താലോ? ബിസൈഡ്സ്. അതിന്റെ അർത്ഥം അതിനു പുറമേ, കൂടാതെ എന്നൊക്കെയായി. ബിസൈഡ്സ് മാത്ത് ഐ ലൈക്ക് ഹിസ്റ്ററി. കണക്കിനു പുറമേ എനിക്ക് ചരിത്രവും ഇഷ്ടമാണ്.
കണ്ടോ, ആ ഒരൊറ്റ എസ് ശ്രദ്ധിച്ചില്ലെങ്കിൽ വാചകത്തിന്റെ അർത്ഥം തന്നെ മാറിപ്പോകും. ശരി, ഇനി കുറച്ച് രസമുള്ളൊരു കാര്യമാണ്. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു വലിയ തെറ്റാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചൊരു ഗ്രാമർ റൂളുണ്ട്. സത്യത്തിൽ അതൊരു റൂളേ അല്ല. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ആശ്വാസം തോന്നുന്നുണ്ടാവില്ലേ? നിങ്ങൾ ഇത്രയും കാലം തെറ്റാണെന്ന് കരുതി ഉപയോഗിച്ചിരുന്നൊരു കാര്യം യഥാർത്ഥത്തിൽ ശരിയാണെന്ന് നമ്മളിപ്പോൾ കാണാൻ പോകുന്നു. ആ റൂൾ ഇതാണ്: ഒരു വാചകം ഒരിക്കലും പ്രിപ്പോസിഷനിൽ അവസാനിപ്പിക്കരുത്. ഇത് കേട്ട് കേട്ട് നമ്മുടെ ചെവി തഴമ്പിച്ചു, അല്ലേ? പക്ഷേ മെരിയം വെബ്സ്റ്റർ പോലെയുള്ള വലിയ ആധികാരിക നിഘണ്ടുക്കൾ പോലും പറയുന്നതെന്താണെന്നറിയോ? അങ്ങനെ ചെയ്യുന്നതില് ഒരു തെറ്റുമില്ല, അത് തികച്ചും ശരിയാണെന്ന്. പ്രത്യേകിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അത് വളരെ സാധാരണവും നാച്ചുറലുമാണ്. ദാ ഈ ചോദ്യം തന്നെ നോക്കിക്കേ. വാട്ട് ആർ യു വെയിറ്റിംഗ് ഫോർ? ഇവിടെ ഫോർ എന്ന പ്രിപ്പോസിഷനിലാണ് ഈ വാചകം തീരുന്നത്. ഇത് കേൾക്കാൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ലല്ലേ? നല്ല നാച്ചുറലായിട്ട് തോന്നില്ലേ? ഇനി ആ പഴയ റൂള് വെച്ചിതിനെ ഫോർ വാട്ട് ആർ യു വെയിറ്റിംഗ് എന്ന് ചോദിച്ചാലോ? എന്തോ ഒരു മുഴപ്പ് പോലെ തോന്നില്ലേ? അപ്പോ നമ്മളെ സാധാരണ സംസാരിക്കുന്ന രീതി തന്നെയാണ് ശരി. അതുപോലെ ഈ ഉദാഹരണവും നോക്കൂ. ദിസ് ഇസ് ദ ടേബിൾ വിച്ച് ഷീ പ്ലേസ്ഡ് ഇറ്റ് ഓൺ. ഇത് കേൾക്കാൻ വളരെ ക്ലിയറാണ്, അല്ലേ? ഇതിനെ നിയമമനുസരിച്ച് ഓൺ വിച്ച് ടേബിൾ ഡിഡ് ഷീ പ്ലേസ് ഇറ്റ് എന്നൊക്കെ ആക്കി മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് അത് കൂടുതൽ ഫോമലും ചിലപ്പോൾ ഒരു കൃത്രിമ സംസാരം പോലെയുമാവുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ചോളൂ, നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു വാചകം പ്രിപ്പോസിഷനിൽ അവസാനിപ്പിക്കാൻ ഒരു മടിയും കാണിക്കണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് നിയമങ്ങൾ പഠിച്ചു, കുറെ തെറ്റിദ്ധാരണകൾ മാറ്റി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇതിലെങ്ങനെ കൂടുതൽ മെച്ചപ്പെടാൻ പറ്റും? എങ്ങനെ ആത്മവിശ്വാസത്തോടെ പ്രിപ്പോസിഷനുകൾ ഉപയോഗിക്കാം? അതിന് നിങ്ങളെ സഹായിക്കുന്ന, ദിവസവും ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രാക്ടിക്കൽ ടിപ്സാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഈ 4 കാര്യങ്ങൾ ശീലമാക്കിയാൽ മാത്രം മതി നിങ്ങളുടെ പ്രിപ്പോസിഷൻ ഉപയോഗത്തിൽ വലിയൊരു മാറ്റം കാണാൻ പറ്റും. ഒന്നാമതായി, ധാരാളം ഇംഗ്ലീഷിൽ വായിക്കുക. അപ്പൊ ശരിയായ ഉപയോഗം നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിൽ കയറിക്കോളും. രണ്ടാമത്, ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ സംശയം വന്നാൽ ഉടനെ ഒരു നല്ല ലേണേഴ്സ് ഡിക്ഷണറി നോക്കുക. ഏത് പ്രിപ്പോസിഷനാണ് അതിന്റെ കൂടെ പോകുന്നതെന്ന് ഉറപ്പിക്കുക. മൂന്നാമതായി, പുതിയ പ്രയോഗങ്ങൾ ചെറിയ ഫ്ലാഷ് കാർഡുകളിൽ എഴുതിവെച്ച് ഇടയ്ക്കിടെ നോക്കുന്നത് ഓർമ്മയിൽ നിൽക്കാൻ ഒരുപാട് സഹായിക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇംഗ്ലീഷ് സിനിമകൾ കാണുമ്പോഴോ പാട്ട് കേൾക്കുമ്പോഴൊക്കെ നേറ്റീവ് സ്പീക്കേഴ്സ് എങ്ങനെയാണിത് ഉപയോഗിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് അതുപോലെ പറഞ്ഞു നോക്കുക. പ്രാക്ടീസ്, അത് തന്നെയാണ് പ്രധാനം. അപ്പോ ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ഈ പ്രിപ്പോസിഷനുകൾ എന്ന് പറയുന്നത് വെറും ഗ്രാമർ റൂൾസ് അല്ല. അവ നമ്മുടെ ആശയങ്ങളെ തമ്മിൽ കൂട്ടിയോണയ്ക്കുന്ന പാലങ്ങളാണ്. നമ്മുടെ സംസാരത്തിന് വ്യക്തതയും ആഴവും നൽകുന്നത് ഇവരാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച ഈ കാര്യങ്ങളൊക്കെ വെച്ച് അടുത്തതായി ഏതൊക്കെ ആശയങ്ങളെയാണ് നിങ്ങൾ കൂടുതൽ ഭംഗിയായി കൂട്ടിയിണയ്ക്കാൻ പോകുന്നത്? നന്നായി ചിന്തിക്കുക, പരിശീലിക്കുക, ആത്മവിശ്വാസത്തോടെ ഇംഗ്ലീഷ് സംസാരിക്കാം.